ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നയനയാണ് കാണിക്കുന്നത്. നയന ആദർശം കൂടെ നല്ല ഉറക്കുക. പക്ഷേ നയനയ്ക്കാണെങ്കിൽ തീരെ ഉറക്കവും വരുന്നില്ല. കണ്ണ് തുറന്ന് ആദർശിൻ്റെ മുൻപിൽ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് നയന പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം നയന പതുക്കെ ഒരു ബുക്കും പേനയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ നീ രാത്രി എവിടെ പോവുക എന്നും ആദർശ്. അതെ ആദർശേട്ടാ, എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ഐഡിയ വന്നു, അത് വരക്കാനായിട്ട് പോവുക ആദർശേട്ടാ. ഇപ്പോൾ വരച്ചാലേ ആ ഡിസൈൻ കിട്ടൂ. വേണ്ട നയനെ, രാവിലെ മുതൽ രാത്രി വരെ നീ കഷ്ടപ്പെടുക. അതിനിടയിൽ ഇനി ഉറക്കം കൂടെ കളയണ്ട. ഈ രാത്രി വരയ്ക്കണോ? ഇത്രയും നേരം വരച്ചതല്ലേ, ഇനിയിപ്പോൾ വരയ്ക്കണ്ട, വന്ന് കിടക്ക് ആദർശേട്ടാ. ഇനിയിപ്പോൾ കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. മനസ്സിലൊരു ഡിസൈൻ തെളിഞ്ഞു വന്നതുകൊണ്ട് അത് വരയ്ക്കാതെ എനിക്ക് ഒരു ഉറക്കവും കിട്ടില്ല. പിന്നെ ഇപ്പോൾ വരച്ചാലേ ഉള്ളൂ എന്നൊക്കെ പറയണം. എന്നാൽ ശരി, ഞാൻ കൂട്ടിരിക്കണം. വേണ്ട ആദർശേട്ടാ, ഞാൻ പോയി ഒറ്റയ്ക്ക് വരച്ചോളാം. ആദർശേട്ടൻ കൂട്ടിരുന്ന ആദർശേട്ടൻ നാളെ ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ നീ നാളെ ഓഫീസിലേക്ക് വരണ്ട. അതെന്താ? അല്ല, ഉറങ്ങാതെ നീ ഓഫീസിലേക്ക് വന്ന് ഇനി ക്ഷീണം ഉണ്ടാവില്ലേ? അത് കേട്ടതും സാരമില്ല ആദർശേട്ടാ, എനിക്ക് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഹോളിലേക്ക് പോവുക. ഈ സമയം ആദർശ് കിടന്നുറങ്ങി. ഇതേ സമയം ഹോളിൽ പോയിരുന്ന് നയന നന്നായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നയനയുടെ മനസ്സിൽ തോന്നിയ ഡിസൈനൊക്കെ നയന ആ ഒരു പേപ്പറിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനിക്കും മുറിയിൽ ഉറക്കം വരുന്നില്ല. ദേവയാനിയും കണ്ണ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുക. എന്നാലും എന്തൊരു കഷ്ടം ഇതെന്തോ ഉറക്കം വരാത്തെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പതുക്കി എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ ജയൻ നല്ല ഉറക്കത്തില്ല. ജയൻ അത് കണ്ടില്ല. പതുക്കെ എഴുന്നേറ്റ് പതുങ്ങി മുറിയിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് പതുക്കെ ഹോളിലേക്ക് ചെല്ലുക. അപ്പോഴാണെങ്കിലോ നയന അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നു. അത് കണ്ടതും മോളെ ഉറങ്ങിയില്ലേ? അമ്മയെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയില്ല മോളെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് വന്നതാ. അതുകൊണ്ട് എനിക്കെന്തും എൻ്റെ മോളെ കാണാൻ പറ്റിയല്ലോ, സന്തോഷമായി എന്നും ദേവയാനി. ഈ സമയം ഞാനും ഉറങ്ങാൻ കിടന്നതാ അമ്മേ. അപ്പോഴാണ് മനസ്സിലൊരു ഡിസൈൻ വന്നത്. ആ ഡിസൈൻ ഉടനെ വരയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എഴുന്നേറ്റിങ്ങ് പോന്നേ. എൻ്റെ മോളെ ഉറക്കൊഴിഞ്ഞിങ്ങനെ ജോലി ചെയ്താൽ വയ്യാണ്ടാവും കേട്ടോ. അത് കേട്ടതും ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വയ്യാതെയൊന്നും ആവില്ല. ഇങ്ങനെ വരച്ചാലേ എന്തെങ്കിലുമൊക്കെ ആകുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഐഡിയ മറന്നുപോയാൽ പിന്നെ തലവേദന കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ടതും എന്നാൽ മോൾക്ക് ഞാനൊരു കാപ്പി ഇട്ട് തരട്ടെ? ഈ പാതിരാത്രിയോ? വേണ്ടമ്മേ, ഞാൻ കാപ്പിയൊന്നും കുടിക്കാറില്ല. സമയം 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്തിരി കാപ്പി കുടിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം മോൾക്ക് ഉറക്കമില്ലാതെ ജോലി ചെയ്യണ്ടേ, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് കാപ്പി ഇട്ട് തരാമെന്ന് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും എന്നാൽ ശരി അമ്മ ഇട്ടോണ്ട് വാ. അല്ല, മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഈ സമയത്ത് കഴിക്കാനോ? ഒന്ന് പോമേ, എനിക്കൊന്നും വേണ്ട. അത് കേട്ടതും ഈ സമയത്ത് കഴിച്ചാൽ എന്താ കുഴപ്പം? ഈ സമയത്ത് ഭക്ഷണം കഴിച്ചാലേ ദഹിക്കില്ല, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞ്. അത് കേട്ടതും എന്നാൽ ശരി, ഞാൻ പോയി കാപ്പി നല്ല കടുപ്പത്തിലിട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ നേരെ അടുക്കളയിലേക്ക് പോവുക. ഈ സമയം നയന സന്തോഷത്തോടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വരുന്നു അനാമിക. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന അനാമിക നയനയെ കണ്ടിങ്ങനെ തുറച്ചു നോക്കുക. ഇത്തിരി സമാധാനത്തോടെ ഹോളിലിരിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല ഈ നാശങ്ങൾ. എന്തൊരു കഷ്ടമാണ് സമാധാനം ഒട്ടും തരില്ല മനുഷ്യന്, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ നയന ഇങ്ങനെ നോക്കുക. അപ്പോൾ അനാമിക അവിടെ നിൽക്കുന്നു. നിനക്ക് ഉറക്കമില്ലേ? നിനക്ക് ഉറക്കമില്ലാത്തതുകൊണ്ടാണല്ലോ നീ എന്നെ കണ്ടത്. അത് കേട്ടുകൊണ്ട് ദേവേനെ അവിടെ വന്ന് നിൽക്കുക. ഈ സമയമാണെങ്കിൽ മറഞ്ഞാണ് ദേവേനെ നിൽക്കുന്നത് കേട്ടോ. അപ്പം അനാമിക നിനക്കൊക്കെ ഒന്നും ഒരു ഉറക്കവും ഇല്ല. ആരെങ്കിലും ഇത്തിരി നന്നായിട്ട് ചിത്രം വരയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ ഇതിൽ തന്നെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങടി. അത് നീയാണോ പറയേണ്ടത്? എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഉറങ്ങണോ വേണ്ടെന്നുള്ളത്. നീ നിൻ്റെ കാര്യം നോക്ക് എന്നും നയന. അത് കേട്ടതും എന്നാൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ എവിടെയെങ്കിലും പോയിരുന്നു വരയ്ക്ക്. അതെന്താ, ഞാനിവിടെ ഇരുന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. നിന്നെ പേടിച്ച് മാറേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് കേട്ടതും വഴിതെറ്റി വന്നവളുമാരല്ലേ, അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഞാൻ വഴിതെറ്റി വന്നവളാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു, നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, മിണ്ടാതെ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് നയനയും മാട്ടിപ്പായിക്കുക. പക്ഷെ ഒരു രക്ഷയില്ല. അനാമിക വെറുതെ ചൊറിഞ്ഞു കയറുക. നീയൊക്കെ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നടന്നോടി, അതുകൊണ്ടാണ് നിൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. നിൻ്റെ അനിയത്തി നീയും ചിക്കൻ ബോക്സ് വന്ന് കിടക്കും. അവൾക്ക് ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവൾ SI ആകത്തേ ഇല്ല. അങ്ങനെ SI ആയില്ലെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം. ഒരാൾക്ക് അസുഖം വരുമ്പോൾ അതിനെ ചൊല്ലി അവളെ കളിയാക്കുന്നത് ശരിയായ കാര്യമല്ല. അസുഖവും അപകടവും ഒക്കെ ആർക്കും എപ്പോൾ വേണേലും വരാം എന്ന് കരുതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യമാണ് ഉറപ്പ് എന്നൊക്കെ നയന പറയുക അനാമികയോട്. അത് കേട്ടതും
ഈ വീട്ടിൽ നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ലടി. നിൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം നിനക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാലേ എൻ്റെ അമ്മായിയമ്മ എന്നെ ഉള്ളം കൈ കൊണ്ടാ നടക്കുന്നത്. അതുപോലൊരു അമ്മായിയമ്മയുടെ സ്നേഹത്തെക്കാൾ പ്രാധാന്യം ദേ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുക എന്നുള്ളതാണ്. നിനക്കതില്ലല്ലോ. ഈ വീട്ടിലേക്ക് വരണ്ടില്ലായിരുന്നു. ഈ വീട്ടിലേക്ക് എങ്ങനെയോ വഴിതെറ്റി വന്നു പോയതാ. അത് കേട്ടതും കല്യാണത്തിന് മുമ്പ് നീ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുമായിരുന്നല്ലോ. അപ്പം നിനക്ക് തോന്നിയില്ലായിരുന്നോ? അപ്പം തോന്നിയിരുന്നെങ്കിൽ നിനക്ക് മാറിപ്പോവായിരുന്നല്ലോ എന്നൊക്കെ നയന പറയുക. വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്തൊരു കഷ്ടമായത്. ഇത്തിരി നേരം സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ല നാശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുക. അപ്പോൾ ദേവയാനി കാപ്പിയും കൊണ്ടുവരിക. എന്താ മോളെ ഇതൊക്കെ? അവൾ പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ല അമ്മേ? കേട്ടു, ഞാൻ എല്ലാം കേട്ടു. എന്ത് ചെയ്യാനാ, അനിയുടെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു. ആദർശിനെ പോലെ തന്നെയാണ് മോളെ എനിക്ക് അനിയും. അവൻ്റെ മുഖത്തും എന്നും സന്തോഷവും പുഞ്ചിരിയും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇവളെ കെട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവൻ്റെ മുഖത്തൊരു ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എല്ലാത്തിനും കാരണക്കാരി ഇവളാ. മോള് വഴിതെറ്റി വന്നവളാണെങ്കിലും ഇവളെ എല്ലാം തന്ന് നേർവഴിക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു വിട്ടത്. എന്നിട്ടും അവളുടെ അഹങ്കാരവും അസൂയൊന്നും തീർന്നിട്ടില്ല. മോളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല അതിൻ്റെ കൂടെ നവ്യയും പിന്നെ ബാക്കിയുള്ളവരെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. പാവം അനി കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനത്തോടെ ഒന്നും ഇതായിട്ട് പോലുമില്ല. എനിക്കും അറിയാമേ, എന്ത് ചെയ്യാനാ? അനാമിക കാരണം എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുക. വേണുവിനും രേവതിക്കും ഒറ്റ മോള. അതുകൊണ്ടാണ് അവരിങ്ങനെ അവളെ സ്നേഹിച്ച് വഷളാക്കിയത്. അതിൻ്റെ എല്ലാ കയ്യിലിരിപ്പും അവൾക്കുണ്ട്. എന്തെങ്കിലും ചെയ്ത് അവളെ മാറ്റിയെടുത്തേ മതിയാകും. മോളെ ഒരു കാര്യം ഞാൻ പറയാം. മോൾ ആദ്യമേ ആദർശനോട് നന്ദനയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ എങ്ങനെയെങ്കിലും അനാമികയുമായിട്ടുള്ള കല്യാണം മുടക്കി നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിച്ചാനായിരുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ അനിയുടെ മുഖത്ത് ആ സന്തോഷം എനിക്ക് കാണാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഇന്നനെ അനാമികയുടെ ഭർത്താവാ. അങ്ങനെയുള്ളപ്പോൾ വേറെ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. കേട്ടല്ലോ? പിന്നെ നന്ദു ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് മോളെ. അങ്ങനെ വന്ന് അനിയുടെ ജീവിതം തകരരുത് കേട്ടോ? ശരി അമ്മേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി അതിനേക്കാളും കൂടുതൽ എന്ത് സംഭവിച്ചാലും അതെൻ്റെ തെറ്റല്ലല്ലോ അമ്മേ. അതെനിക്കറിയാം മോളെ. മോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അനിയുടെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും അനാമികയെ മാറ്റിയെടുത്ത് അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് എങ്ങനെയും പ്രേരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനി അങ്ങോട്ട് പോവുക. പിന്നെ അവിടെ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ ഫോട്ടോയും നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നന്ദുവിൻ്റെ ഫോട്ടോ നോക്കുമ്പോഴേ അനിക്ക് ഉറക്കം വരുന്നുള്ളൂ. ഈ സമയം അനാമിക അങ്ങോട്ട് വരിക. അനാമിക വന്നതും ഫോട്ടോ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. മാറ്റണ്ട. എന്തിനാ മാറ്റുന്നേ? നീ ആ നന്ദുവിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ രാത്രി എവിടെ പോയതാ? ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? ഞാൻ എങ്ങോട്ട് പോകുന്നത് നിനക്ക് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണല്ലോ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് കേട്ടതും ചോദിച്ചൊന്നുമല്ല. പിന്നെ മുറിയിലൊപ്പമുള്ള ഒരാൾ കാണാണ്ടാവുമ്പോൾ പിന്നെ അന്വേഷിക്കണമല്ലോ. നീ എന്നെക്കുറിച്ച് അന്വേഷിക്കാറൊക്കെ ഉണ്ടോ? ഒരു സമാധാനം ഇല്ലാതെയാണ് താഴേക്ക് പോയത്. താഴെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന വേറൊരു പൂതന. അത് കേട്ടതും ആരെയാ നീ പറയുന്നേ? വേറെ ആര്? നിൻ്റെ ഏട്ടത്തി. ആരോ അവരുടെ ഡിസൈൻ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി ഇരുന്ന് വരയ്ക്കുക. നാണോ മാനോ ഇല്ലാത്തവൾ. അത് കേട്ടതും എടി, ഒരു ജോലി ചെയ്യുന്നത് നാണോ മാനോ ഇല്ലാത്തതുകൊണ്ടാണോ? എൻ്റെ ഏട്ടത്തി കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതൊക്കെ ഉയർന്നിട്ടേ ഉള്ളൂ. എൻ്റെ ഏട്ടത്തി വരച്ച ഡിസൈനൊക്കെ ഇന്ന് ഉയരത്തിലേക്ക് എത്തി. അതുകൊണ്ട് നീ അസൂയപ്പെട്ടൊന്നും പറയണ്ട. എൻ്റെ ഏട്ടത്തി വരച്ചാലേ അത് ഒരിക്കലും കൊള്ളില്ലെന്ന് ആരും പറയില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കണ്ടോ, ഇനിയും ഞങ്ങളുടെ ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിലെത്തും എൻ്റെ ഏട്ടത്തി കാരണം. തുടങ്ങിയവൻ്റെ പൂരായണം. ഉണ്ടായിരുന്നോളൂ അവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ അവളെയും അവളുടെ അനിയത്തിമാരെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. നിന്നെ ബോധിപ്പിക്കാനല്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്. അത് കേട്ടതും ഞാനും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിച്ചതിന് ശേഷം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എന്തൊരു കഷ്ടമായത്. ഈ മുറിയിൽ ഉറങ്ങുന്നത് തന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനി എന്തൊരു കഷ്ടമായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മനുഷ്യന് ഒരു സമാധാനമില്ല. എന്നാൽ പിന്നെ നീ എന്തെങ്കിലും ചെയ്ത് എന്നെ അങ്ങോട്ട് ഉപേക്ഷിക്കടാ. മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ എന്നൊക്കെ അനിയും. എന്ത് ചെയ്യാനാ, എല്ലാം എൻ്റെ തലയിലെഴുത്ത്, തലവിധി എന്നൊക്കെ പറയാമല്ലോ. തലവിധി തലമൊട്ടയടിച്ച മാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ആകെ മൊത്തം മനുഷ്യന് ഒരു സമാധാനമില്ല. നേരം വെളുത്ത അന്തിയോളം വഴക്കും പ്രശ്നങ്ങളും മാത്രം.
എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. നയന അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. അയ്യോ മോളെ, എന്നാൽ ഞാൻ പോട്ടെ. ശരി അമ്മേ, അമ്മ പോയി കിടന്നോ എന്നും പറയാം. അങ്ങനെ ദേവയാനി പോകുന്ന വഴി നമ്മുടെ നയനയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. അതിനുശേഷം നയനയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നയനയോട് കുറേ നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് പോകുക. എന്നിട്ട് തിരിഞ്ഞു നോക്കുക. പിന്നെ ഒരു പാട്ട് സീനാണ് കാണിക്കുന്നത്. അതിൽ കടൽ സൈഡിലൂടെ ദേവയാനിയും നയനയും നടക്കുന്നതും അവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നതും ദേവയാനിയുടെ തോളിൽ ചാരി കിടക്കുന്നതും അതിനുശേഷം അമ്പലത്തിൽ പോകുന്നതും ഡ്രസ്സ് മേടിക്കാൻ പോകുന്നതും പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ അവർ കളിച്ചും ചിരിച്ചും ആടിപ്പാടി രസിച്ചും ഒക്കെ നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ നയന സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവയാനി അങ്ങനെ തന്നെയാണ്. സന്തോഷം കൊണ്ട് എന്താ പറയുക, താഴെയൊന്നുമല്ല മുകളിലാണ്. അതുപോലത്തെ സന്തോഷം എന്നെന്ന് പറയാത്തൊരു സന്തോഷം. ഈ സമയം നമ്മുടെ നയനയ്ക്ക് ചോറ് വാരി കൊടുക്കലും പിന്നെ നയന തിരിച്ച് ദേവയാനിക്ക് വാരി കൊടുക്കലും അത് കഴിഞ്ഞ് നയനയുടെ മുടിയിൽ പുകയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കലും ഒക്കെ ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും നയനയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ദേവയാനി. ഈ സമയം ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ആ ഉറക്കത്തിലും സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ട് ഉറങ്ങിയതിന് ശേഷം നേരം വെളുത്തതും പിന്നീട് നമ്മുടെ നയന പോകുമ്പോൾ അമ്പലത്തിൽ പോകണം ദേവയാനി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കുളിച്ച് റെഡിയായി വരിക. നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്ന് അവിടെ നിന്ന് തല ഓർത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയാനി, എന്താ മോളെ ഇത്, ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഇങ്ങനെ തലതോർത്തിയാലുണ്ടല്ലോ ജലദോഷം പെട്ടെന്ന് പിടിക്കും, പിന്നെ ആശുപത്രി മരുന്നുമായിട്ട് നടക്കേണ്ടി വരും. ഇങ്ങോട്ടാ അമ്മ തുടച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി തോർത്ത് മേടിച്ച് നയനയ്ക്ക് തല ഓർത്തി കൊടുക്കുക. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നയന ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുക. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത്. ഈശ്വര, അമ്മയുടെ സ്നേഹം കിട്ടിത്തുടങ്ങിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയില്ല. എൻ്റെ പെറ്റമ്മയേക്കാൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പം എൻ്റെ അമ്മായിയമ്മയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ നയനിങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവേനെ ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെ തല തോർത്ത് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് മുത്തശ്ശി വരിക. മുത്തശ്ശി അത് കണ്ടത് വായിലെ കൈവച്ച് ഇങ്ങനെ നിൽക്കും. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് കാഴ്ചയായി കാണുന്നേ, ഇത് രാത്രിയാണോ അത് പകലാണോ, ഞാനിനി സ്വപ്നം കാണുവാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും മുത്തശ്ശിയെ കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഇതായിട്ട് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലതോർത്തിക്കൊണ്ടിരിക്കുക, ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് നടന്നു വരികയാണ്. ആഹാ, ഇതെന്താ അമ്മായിയമ്മ മരുമകളുടെ തലവരെ തോർത്തി കൊടുക്കാൻ തുടങ്ങിയോ? അത് കേട്ടതും പറഞ്ഞാൽ കേൾക്കില്ല, ഏത് നേരവും കുളിച്ചിച്ച് തലവഴി വെള്ളമായിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ ജലദോഷം പിടിപ്പിച്ച് വെച്ചിട്ട് എൻ്റെ മോനെ വിഷമിപ്പിക്കരുത്. ജലദോഷം പനിയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങ് നീ വീട്ടിലേക്ക് പോവുകയും ചെയ്യുമല്ലോ. അതിന് മോള് വീട്ടിൽ പോയാൽ നിനക്കെന്താ കുഴപ്പം? നിനക്കൊരു കുഴപ്പമില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം അവനല്ലേ, എൻ്റെ മോന്. ഇവളെങ്ങാനും വീട്ടിൽ പോയാൽ പിന്നെ അവൻ തുടങ്ങും. അതിന് നയനമോള് വീട്ടിൽ പോയാൽ ആദർശിന് കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്നും മുത്തശ്ശി. അമ്മയ്ക്ക് തോന്നില്ല, പക്ഷെ ആദർശിന് കുഴപ്പമുണ്ട്. അവനെ ആകെ മൊത്തത്തിൽ ദേഷ്യം കയറി നടക്കുക. അത് കേട്ടതും എന്തിനാ ദേഷ്യം കയറി നടക്കുന്നത്? അല്ല, ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ല. ആണോ മോളെ? അങ്ങനെയാണോ കാര്യങ്ങൾ? അത് കേട്ടതും അങ്ങനെ തന്നെ മുത്തശ്ശി. ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നേരം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. എത്ര പറഞ്ഞാലും കേൾക്കൂല മുത്തശ്ശി എന്നൊക്കെ നയന പറയാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു കാഴ്ച എനിക്കിഷ്ടപ്പെട്ടു. അല്ല ദേവയാനി, നിനക്കിപ്പോൾ മോളോട് സ്നേഹമാണോ? പിന്നെ എനിക്കിവളോട് സ്നേഹം. എനിക്കിവളെ കണ്ണെടുത്താൽ കണ്ടൂടാ. പിന്നെ എന്ത് ചെയ്യാനാ? എൻ്റെ മോന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കടിച്ചും പിടിച്ച് ക്ഷമിച്ചല്ലേ പറ്റൂ. തലവഴി വെള്ളം ഒഴിച്ചിട്ടിട്ട് വന്നുകൊണ്ടുകൊണ്ട് തുടച്ചു കൊടുത്തതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുക. ഈ സമയം ഇതെന്താ മോളെ, നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് ഇഷ്ടമായി തുടങ്ങിയോ? അത് കേട്ടതും എനിക്കറിയില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ നിന്ന് തല തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വന്ന വഴി എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടാണ് എനിക്ക് തല തുടച്ചു വന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം കേട്ട് നിന്നല്ലേ പറ്റൂ എന്നും നയന. അത് കേട്ടതും എൻ്റെ മോളെ, അതൊക്കെ അവളുടെ അടവാ. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മോളോട് ഭയങ്കര സ്നേഹമുണ്ട്. അത് പുറത്ത് കാണിക്കാൻ മടിയായിട്ടാണ് അവളിങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന സ്നേഹമൊക്കെ അങ്ങ് അനുഭവിച്ച് മേടിച്ചോ കേട്ടോ. അതൊന്നും തള്ളിക്കളയണ്ട. ഒന്ന് പോ മുത്തശ്ശി, എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല. ഏത് നേരം എന്നെ വഴക്ക് പറയും. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്താൽ അത് വലിയ കാര്യമായിട്ട് തെറ്റായിട്ട് പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തി സങ്കടപ്പെടുത്തുകയും ചെയ്യും. അത് കേട്ടത് മോളെ, അങ്ങനെയൊന്നുമില്ല. ദേവയാനിയുടെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം.
ദേവയാനി മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദേവയാനി ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. അനാമികയെ പൊന്നുപോലെ സ്നേഹിച്ചതല്ലേ, എന്നിട്ട് അനാമികയ്ക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്. ഇനിയിപ്പോൾ മോളാണ് കരൾ കൊടുത്തതെന്ന് അവളെങ്ങാനും അറിഞ്ഞോ? അത് കേട്ടതും നയന ഞെട്ടുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.